നമസ്കാരം, എല്ലാവർക്കും അമ്മാസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ തക്കാളിയും മുട്ടയും ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നിലായിട്ട് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിനു വേണ്ട ചേരുവകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു 3 തക്കാളി എടുത്ത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാള എടുത്ത് നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് നെടുകെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. സ്വല്പം കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കിയ ഒരു ചെറിയ ഇഞ്ചിയും എടുത്ത് വെച്ചിട്ടുണ്ട്. 2 കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനോട്ട് ആവശ്യമായ പൊടികളാണ് കാണിക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾ പൊടി, ആവശ്യത്തിന് ഉപ്പ് പൊടി, കറിക്ക് ആവശ്യമായ വെളിച്ചെണ്ണയും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള എല്ലാം അതിനകത്ത് ചേർത്തതിന് ശേഷം നന്നായിട്ട് മൂപ്പിക്കുക. നൈസായിട്ട് അരിഞ്ഞു വെച്ച ഒരു സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു വലിയ സവാള തന്നെയായിരുന്നു ഇത്. അതിനുശേഷം പച്ചമുളക്, വേപ്പില, ഇഞ്ചി എല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഈ സമയം കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കുക. നന്നായിട്ട് ഒരുവിധം മൂത്ത് വന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായ മുളക് പൊടി, ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. സ്വല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി മൂപ്പിക്കുക. എല്ലായിടവും നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ട് നന്നായിട്ടിത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിയിൽ നിന്നുള്ള വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് വരും. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു മൂടി വെച്ച് ഇത് അടച്ചു വെക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് ഇത് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. ഇപ്പോൾ തക്കാളിയെല്ലാം ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി മൂടി വെക്കാം. ഈ സമയം നമുക്ക് തക്കാളിയെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഈ തക്കാളിയെല്ലാം നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞു വരും. ഇത് ശരിക്കും ഒരു പേസ്റ്റ് രൂപത്തിലായിരിക്കും ഇപ്പോൾ ഇരിക്കുന്നത്. നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ 2 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഇതിനകത്തോട്ട് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അത് നന്നായിട്ട് എല്ലായിടവും ഇളക്കി യോജിപ്പിക്കുക. ഡ്രൈ ആകുന്നത് വരെ നമ്മൾ ഇളക്കി യോജിപ്പിക്കുക. വ്യത്യസ്തമായ രുചിയുള്ള ഒരു കറിയാണിത്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഊണിന് നമുക്ക് വേറെ കറിയുടെ ആവശ്യമില്ല. നല്ല സ്വാദിഷ്ടമായ ഒരു കറിയാണ്. തക്കാളിയുടെ പുളിയും എല്ലാമായിട്ട് നല്ല രുചി തന്നെയാണ് ഈ കറിക്ക്. നിങ്ങൾക്ക് ഈ കറി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് ഈ കറിയുടെ പാകം. ഇപ്പോൾ ഈ കറി ഇവിടെ ശരിയായിട്ടുണ്ട്. വളരെ കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണിത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി.